എന്തിനാ ഈ ആശാവർക്കന്മാർ സമരം ചെയ്യുന്നത്? അത് അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന മിനിമം ശമ്പളമെങ്കിലും തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാ ഇപ്പൊ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യണം. ഈ ജോലി ചെയ്യുന്ന എല്ലാവരും ശമ്പളം വർദ്ധിപ്പിക്കണം പറയുന്നത് സ്വാഭാവികമല്ലേ? ഇത് അതുപോലല്ല അശ്വിനി. അവര് ജോലി ചെയ്ത മാസം അവർക്ക് വെറും 7000 രൂപയെ കിട്ടുന്നുള്ളൂ. അതിൽ തന്നെ 10 ക്രൈറ്റീരിയകളുണ്ട്. അതിലൊരു ക്രൈറ്റീരിയ പാലിച്ചില്ലെങ്കിലോ 700 രൂപ കട്ടി. എന്ന് വെച്ചാ ഒരു ദിവസം 233 രൂപ. അത് വെച്ച് അവര് യാത്രയ്ക്കും എടുക്കും, ഫുഡിനും എടുക്കും, പിന്നെ വീട്ടിൽ കൊണ്ടുപോകല്ലോ കാണോ. ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയല്ലേ? അവരും എല്ലാം കൊടുക്കുവോ? കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്നത് 2000 രൂപ. അത് വളരെ കുറവാ. അങ്ങനെയാണ് അവര് ഡൽഹിയിലല്ലേ സമരം ചെയ്യേണ്ടത്? ആശാ വർക്കർമാര് പണിയെടുക്കുന്നത് കേരള സംസ്ഥാനത്തിന് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളത്. അല്ല, ആശമാർക്ക് 13,200 രൂപ കൊടുക്കുന്നുണ്ടെന്നാണല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. പച്ച കള്ളമാണ് മന്ത്രി പറയുന്നത്. ഓണറേറിയത്തിന്റെ ഇൻസെന്റീവിന്റെയും കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഓരോ പ്രൊജക്ടുകൾക്കുള്ള അലവൻസുകളാ. ഒരു കുട്ടിക്ക് പ്രതിരോധ മരുന്ന് കുത്താൻ 20 രൂപയാണ്, പോളിയോയ്ക്ക് 75 രൂപ. അതെല്ലാം കൂടി കൂട്ടിയാൽ പരമാവധി 500-600 രൂപയാണ് മാസം കിട്ടുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ചുമതലകൾ മാത്രമാണോ കേരളത്തിലെ ആശമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, OP ഡ്യൂട്ടി, പാലിയേറ്റീവ് കെയർ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്ത് അവരുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടതല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആശമാര് ജോലി ചെയ്യുന്നത്. അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ കൂടി ഉത്തരവാദിത്തമാണ്. കേരളത്തിലാണോ ആശാവർക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത്? ഏയ്, കേരളത്തിലല്ല. സിക്കിമില് 10,000 രൂപ വരെ കിട്ടുന്നുണ്ട്. കർണാടകത്തിലും ഇപ്പൊ 10,000 രൂപയായി. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ? എന്നിട്ടാണോ മന്ത്രിമാർക്ക് വാഹനം വാങ്ങാൻ ബജറ്റിൽ 100 കോടി അനുവദിച്ചത്? കഴിഞ്ഞ ദിവസമാണ് PSC അംഗങ്ങളുടെ ശമ്പളം 1 ലക്ഷത്തിലേറെ വർദ്ധിപ്പിച്ചത്. അവർക്ക് ഇപ്പൊ തന്നെ നല്ല ശമ്പളം ഉണ്ടല്ലോ. പണിയെടുക്കുന്ന ആശമാർക്ക് ശമ്പളം കൂട്ടില്ല. ഒരു പണി എടുക്കാത്തവർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം. ഇതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ പരിപാടി. ധൂർത്തിനും അഴിമതി നടത്താനും സർക്കാരിന്റെ കയ്യിൽ പൈസയുണ്ട്. ഇത് എന്തൊരു അന്യായമാണ്. ഇങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട ആശമാരുടെ സമരം പരാജയപ്പെടാൻ പാടില്ല. ഈ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിജയിക്കണം.